നമസ്കാരം. ബി.ജെ.പി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ച പുതിയ രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവന്നതോടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് കനത്ത നിരാശ. നിലവിൽ മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗമായ ജോർജ് കുര്യന്റെ പേര് ഇത്തവണ ബി.ജെ.പി പുറത്തുവിട്ട പുതിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. ഈ മാസം അവസാനത്തോടെ അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി അവസാനിക്കുകയാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായി തുടരുന്നതിന് പാർലമെന്റ് അംഗത്വം അനിവാര്യമായിരിക്കെ അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല എന്ന ബി.ജെ.പി തീരുമാനം കുര്യന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നഷ്ടമാകും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഉടൻ തന്നെ കേന്ദ്രമന്ത്രിസഭയുടെ പുനഃസംഘടന ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ സുപ്രധാന നീക്കം. നിലവിൽ ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീര, ന്യൂനപക്ഷകാര്യ വകുപ്പുകളുടെ ചുമതലയുള്ള സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ. മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായതിന് പിന്നാലെ 2024 ഓഗസ്റ്റിലായിരുന്നു അദ്ദേഹം ആദ്യമായി മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്തവണ ജോർജ് കുര്യന്റേതടക്കം മധ്യപ്രദേശിൽ ഒഴിവ് വരുന്ന 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് തരുൺ ചുഖ, രജനീഷ് അഗർവാൾ എന്നിവരെയാണ് ബി.ജെ.പി ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ മധ്യപ്രദേശിലൂടെ വീണ്ടും പാർലമെന്റിലേക്ക് എത്താമെന്ന കുര്യന്റെ പ്രതീക്ഷകൾ പൂർണ്ണമായും അവസാനിച്ചു. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്നും ജോർജ് കുര്യൻ ജനവിധി തേടിയിരുന്നെങ്കിലും കനത്ത തിരിച്ചടിയാണ് ബി.ജെ.പിക്ക് നേരിടേണ്ടി വന്നത്. കേന്ദ്രമന്ത്രി എന്ന വലിയ പദവിയിൽ തിളങ്ങി നിന്നിട്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ നിന്നും അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ച് നേടിയതിനേക്കാൾ കുറഞ്ഞ വോട്ടുകൾ മാത്രമാണ് ജോർജ് കുര്യന് ഇത്തവണ നേടാൻ സാധിച്ചത്. ഈ കനത്ത പരാജയവും അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭയിലേക്ക് പരിഗണിക്കാതിരിക്കാൻ കാരണമായിട്ടുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തലുകൾ. വരുന്ന ജൂൺ 18-നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 സീറ്റുകളിലേക്കും 2ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുമാണ് അന്ന് നടക്കുക. വോട്ടെടുപ്പ് നടക്കുന്ന 18-ാം തീയതി തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ ഭാരതീയ ജനതാ പാർട്ടി നേതാവും നിലവിലെ കേന്ദ്ര സഹമന്ത്രിയുമാണ്. 1960 സെപ്റ്റംബർ 20-ന് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ജനിച്ച അദ്ദേഹം നിയമത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയ ശേഷം ഭാരതത്തിന് സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ അവബോധവും അദ്ദേഹത്തിലുള്ള കരിയറുമുള്ള വ്യക്തി തന്നെയാണ്. 80-ൽ ബി.ജെ.പി രൂപീകൃതമായ കാലം മുതൽ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം യുവമോർച്ചയിലൂടെയാണ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നത്. ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി, ദേശീയ നിർവാഹക സമിതി അംഗം എന്നീ നിലകളിൽ കേരളത്തിലും ദേശീയ തലത്തിലും പാർട്ടിയെ നയിച്ചിട്ടുള്ള അദ്ദേഹം മികച്ചൊരു സംഘാടകൻ കൂടിയാണ്. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്ന ഒ രാജഗോപാലിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായും പിന്നീട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2024 ജൂൺ 9-ന് പ്രഖ്യാപിക്കപ്പെട്ട 3-ാം മോദി മന്ത്രിസഭയിൽ കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം എന്തായാലും നിലവിൽ ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ന്യൂനപക്ഷകാര്യം എന്നീ സുപ്രധാന വകുപ്പുകളുടെ ചുമതല കൈകാര്യം ചെയ്തു വരികയാണ്. മന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് 2024 ഓഗസ്റ്റിൽ മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗമായി അദ്ദേഹം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. 2026 മെയ് മാസത്തിൽ നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും 3-ാം സ്ഥാനത്താണ് എത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ നിന്നുള്ള ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹത്തെ വീണ്ടും പരിഗണിക്കാത്തതിന് കൃത്യമായ കാരണങ്ങൾ നിരത്താൻ പാർട്ടി നേതൃത്വത്തിന് സാധിക്കും. എന്തായാലും കേന്ദ്രമന്ത്രി സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്.